ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവാറുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും സംശയം വരാറുള്ള മെജോറിറ്റി. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ആ ഒരു മെജോറിറ്റി സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ CSEBയുടെ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യണം, അതിനെന്ത് വേണം? നമ്മുടെ ലോയിൽ പല ഭാഗത്തായിട്ടാണ് ഇത് സ്പ്രെഡായി കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒറ്റ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്കും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? യെസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, അതായത് നമ്മുടെ KCS ആക്ടിനും റൂളിനൊക്കെ ഭേദഗതി വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെജോറിറ്റീസിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലുണ്ടാവണം. സോ ക്ലാസ്സിലേക്ക് കിടക്കാം. മെജോറിറ്റി റിക്വയർഡ് ഫോർ പാസിംഗ് റെസൊല്യൂഷൻ. ഒന്ന്, ബൈലോ ഭേദഗതിയാണ്. ബൈലോ അമെൻമെന്റിന് എത്രയാണ്? 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണ് കേട്ടോ. ബൈലോ ഭേദഗതിക്ക് വേണ്ടത് 2/3 മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. റൂൾ 9 അത് പറയുന്നത്. സോ ബൈലോ ഭേദഗതിയുടെ മെജോറിറ്റി എന്ന് പറയുന്നത് 2/3 മെജോറിറ്റിയാണ് വേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. അമാൽഗമേഷൻ, ഡിവിഷൻ, മെർജർ. ഇപ്പൊ പുതുതായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ, മെർജർ എന്ന് പറയുന്ന ഒരു ടേമിങ് കൂടി, മെർജിങ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അമാൽഗമേഷന്റെ കൂടെ. അപ്പോൾ അമാൽഗമേഷൻ ആണെങ്കിലും ശരി, ഡിവിഷൻ ആണെങ്കിലും ശരി, മെർജർ ആണെങ്കിലും ശരി, വേണ്ടത് സിമ്പിൾ മെജോറിറ്റിയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു. സിമ്പിൾ മെജോറിറ്റിയാണ്. എന്താ വേണ്ടത്? സിമ്പിൾ മെജോറിറ്റി ഫോർ അമാൽഗമേഷൻ, ഡിവിഷൻ, അല്ലെ, പിന്നെ മെർജർ. ഇതിനെല്ലാത്തിനും സിമ്പിൾ മെജോറിറ്റി. അടുത്ത നോക്കാം. അമാൽഗമേഷൻ ഓഫ് DCB ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അഥവാ കേരള ബാങ്കിലേക്കുള്ള ലയനം, അമാൽഗമേഷൻ. അതിന് വേണ്ടതും സിമ്പിൾ മെജോറിറ്റി തന്നെയാണ് കേട്ടോ. സിമ്പിൾ മെജോറിറ്റി തന്നെയാണ്. അമാൽഗമേഷൻ ഓഫ് DCB ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സിമ്പിൾ മെജോറിറ്റി. അടുത്ത നോക്കാം. പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് മതി. അതായത് എന്താണ്? സിമ്പിൾ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ആണ് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. എക്സ്പെൽഷന് വേണ്ടത് എത്ര തന്നെയാണ്? 2/3 ആണ് കേട്ടോ. 2/3 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്. 2/3 മെജോറിറ്റിയാണ് പുറത്താക്കൽ, അംഗത്തെ പുറത്താക്കൽ അഥവാ എക്സ്പെൽഷന് വേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് ബൈ ദ സൊസൈറ്റി. അതിന് വേണ്ടത് എത്രയാണ്? സിമ്പിൾ മെജോറിറ്റിയാണ്. വൈൻഡിങ് അപ്പ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് ബൈ ദ സൊസൈറ്റി, സിമ്പിൾ മെജോറിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരുപാട് ഭേദഗതികൾ നമ്മുടെ നിയമത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ നന്നായി പഠിക്കണം. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. സോ വൈൻഡിങ് അപ്പ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് ബൈ ദ സൊസൈറ്റിക്ക് വേണ്ടത് സിമ്പിൾ മെജോറിറ്റിയാണ്. ഇനി സ്പെഷ്യൽ ജനറൽ ബോഡി കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിക്വസിഷൻ ഫ്രം 1/5 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. മൊത്തം അംഗങ്ങളിൽ നിന്നും 1/5 മെമ്പേഴ്സ് റിക്വസ്റ്റ് ചെയ്താലാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് നോക്കാം. അപ്ലിക്കേഷൻ ഫോർ നോ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ്. എത്രയാണ് വേണ്ടത്? നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മിറ്റി. അപ്പോൾ അവിശ്വാസ പ്രമേയം, പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ എതിരായിട്ട് വരുന്ന അവിശ്വാസ പ്രമേയത്തിന് വേണ്ട ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം കമ്മിറ്റി അംഗങ്ങളുടെ 1/3 ആണ്. എത്രയാണ്? 1/3. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണേ. 1/3 ആണ്. നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞതിലൊക്കെ അധികം 1/2 അല്ലെങ്കിൽ എന്താണ് 2/3 സിമ്പിൾ മെജോറിറ്റി ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇത് എത്രയാണ്? 1/3 ആണ്. അടുത്തത് കണ്ടക്ടിങ് ഇൻക്വയറി. ഇൻക്വയറി കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഓൺ an application of the majority of the committee of the society or not less than 1/3 of total members of the society or the number of members required for the general body meeting whichever is less. അപ്പോൾ കണ്ടക്ടിങ് എൻക്വയറി പ്രത്യേകം നോട്ട് ചെയ്യുക. എന്താ വേണ്ടത്? ഓൺ an application of the majority of the committee of the society, അല്ലെങ്കിലോ നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനെന്താ ആവശ്യം? എത്ര ആവശ്യം? നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആണ്. പക്ഷേ വൈൻഡിങ് അപ്പ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് ബൈ സൊസൈറ്റി ചോദിച്ചാൽ സിമ്പിൾ മെജോറിറ്റി മതി. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ വൈൻഡിങ് അപ്പ് ആണ്. ഇത് കോപ്പറേറ്റീവ് സംഘത്തിന്റെ തന്നെ വൈൻഡിങ് അപ്പ് ആണ്. അതിന് വേണ്ടത് നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ആണ്.
ഇനി പറയാനുള്ളത് നമ്മൾ CSEB എക്സാമിന് വേണ്ടിയിട്ട് എത്ര മാർക്ക് ഇനി നമ്മുടെ എക്സാമിന് നേടിയാലാണ് നിങ്ങളൊരു സേഫ് സോണിൽ എത്തുക, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, കോപ്പറേറ്റീവ് ലോനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ. നമുക്കറിയാം ജൂണൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും എക്സാം വരും. ഒന്നില്ലെങ്കിൽ മെയ് അവസാനം, മെയ് 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ എക്സാം എന്തായാലും ജൂൺ ഫസ്റ്റ് വീക്കിലൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ കോപ്പറേറ്റീവ് ലോനെ കൈപ്പിടിയിൽ ഒതുക്കാം, അല്ലേ, എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, മൊത്തത്തിൽ എന്തായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ളൊരു കുറച്ച് ദിവസങ്ങളുടെ സ്ട്രാറ്റജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടും ഞാൻ വരുന്നു. മെയ് 6-ാം തീയതി, ടൈം 7 മണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ പാറ്റേണിലൊക്കെ മാറ്റം വന്നുകൊണ്ട് നടക്കാൻ പോകുന്ന എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, താഴെ നിന്റെ ഫോം, ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വെബിനാറിൽ കാണാം. സോ നന്നായിട്ട് പഠിക്കാം, ഉഷാറായിട്ട് പഠിക്കാം. സോ താങ്ക് യു.